ആദ്യകാല നായികമാരെ ആദരിച്ച രാജ്യാന്തര ചലച്ചിത്രമേള. മലയാള സിനിമയുടെ ശൈശവദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ നടിമാരെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു. നിശാഗന്ധിയിൽ നടന്ന മറക്കില്ലൊരിക്കലും എന്ന പരിപാടിയിൽ പങ്കെടുത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കിയവരാണ് ആഘോഷമാക്കിയത്. ഒരു കാലത്ത് മലയാള സിനിമയെ അവിസ്മരണീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അഭിനേത്രികൾ. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിലാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ 80കളുടെ തുടക്കം മുതൽ തിരശ്ശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ ആദരിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രീയ നൃത്തവും കഥകളിയും അഭ്യസിച്ച ടി.ആർ. ഓമന 12ാം വയസ്സിലാണ് ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. 1962 എന്ന സിനിമയിൽ ബാലതാരമായി അരങ്ങേറിയ ടി.ആർ. ഓമന, D.S. സരോജ, N.J. ഓമന എന്നിവർ കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന അഭിനേത്രിയാണ്. മഞ്ജു രാധ, തിരുവനന്തപുരം മഞ്ചൂർ സ്വദേശി. ഓൾ ഇന്ത്യ റേഡിയോയിൽ ബാലലോകത്തിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രാധ കലാജീവിതം ആരംഭിച്ചത്. 1953 പൊൻകതിർ എന്ന സിനിമയിൽ ബാലതാരമായി തുടങ്ങിയ മഞ്ജു രാധ ടി.ആർ. ഓമന കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന അഭിനേതാവാണ്. സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിൽ ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിലേക്കും കേരള സർക്കാർ കടക്കുന്നു. ടി.ആർ. ഓമന, കെ.ആർ. വിജയ, വിധുബാല, മല്ലിക സുകുമാരൻ, ശാന്തി കൃഷ്ണ, ജലജ, സുരേഖ, മേനക, അങ്ങനെ ഒരു തലമുറയെ സ്വാധീനിച്ച 21 പേർ. നമ്മുടെയൊക്കെ മനസ്സിൽ വീട്ടിലിരുന്ന് നമ്മളെയൊക്കെ ആരും ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത്. ഒരിക്കലും മറക്കില്ല സാർ, നല്ല അർത്ഥവത്തായ പേര്, മറക്കില്ല ഒരിക്കലും. അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിനുപരിയായിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ മറക്കില്ല എന്നുള്ളതാണ് സത്യം. തുടർന്ന് മാനവീയം വീഥിയിൽ ഇവരുടെ എല്ലാം സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയും നടന്നു. ചലച്ചിത്ര കലയിലെ സ്ത്രീ സാന്നിധ്യത്തിന് ഈ വർഷത്തെ മേള നൽകുന്ന പ്രാമുഖ്യത്തിന്റെ അടയാളം കൂടിയാണ് മറക്കില്ലൊരിക്കലും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.